അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ, ശ്രുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. നമ്മള് ഇന്നലെ കോട്ടയത്ത് വന്നു ആറാട്ടെണ്ണനും രേണു ചേച്ചിയും ആഹാ എന്താ കോമ്പിനേഷൻ. ഇപ്പം ഇതാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത്. ആറാട്ടെണ്ണനെ കല്യാണം കഴിക്കില്ല എന്നും കല്യാണം കഴിക്കണ്ട എന്നും ഉള്ള ഒരു സാധനം. സോ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയുകയാണ്. മേ ബി കുറച്ച് ഹെൽത്ത് കുറവും സൗണ്ട് കുറവും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഫീൽ ചെയ്യാം. കാരണം പൊതുവേ സംസാരിക്കുന്ന ഒരു എനർജി ഇന്നിപ്പോൾ കറൻ്റ്ലി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ചിലപ്പോൾ കരുതും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വയ്യാണ്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കണ്ടൻറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. കാരണം രേണു ചേച്ചി ഡെയിലി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൻറ്റിൻ്റെ ഒരു പ്രശ്നം വരില്ല. അധികം റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് രേണു സുധിയുടെ പ്രൊഫൈലൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ആറാട്ടെണ്ണനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി രംഗത്ത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം എന്തുകൊണ്ടാണ് ഇപ്പോൾ ആറാട്ടെണ്ണൻ്റെ പേര് ഈ പ്രൊഫൈലിൽ വന്നേ എന്നുള്ളത് നോക്കി പിന്നാമ്പുറം പോയപ്പോഴാണ് ആറാട്ടെണ്ണനാണ് ഗെയിം തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. സോ അതിന് മുമ്പ് ചെറുതായിട്ടൊരു കാര്യം, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എങ്ങനെ ആറാട്ടെണ്ണൻ രേണു സുധി എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോൺട്രവേഴ്സിയിൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി എന്ന് പറയുന്നത്. അതിന് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രേണു ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. അതിൽ രേണുവിൻ്റെ കണ്ടൻറ്റിൽ തന്നെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് രേണുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട്. അതെന്തുകൊണ്ടാണ് വൈറലാവുന്നേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ ഈ ലോകത്തുള്ള ആദ്യത്തെ വിധവ രേണു സുധി അല്ല. ആൻഡ് രേണു സുധി ഒരു വിധവയായിട്ടുള്ള രേണു കല്യാണം കഴിക്കുന്നതാണോ പലരുടെയും പ്രശ്നം എന്ന് ചോദിക്കുമല്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ കൊല്ലം സുധീനെ ഒരു കണ്ടൻ്റാക്കി കാണുകയാണ്. ഡെയിലി കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടൻറ്റുകൾ ഡെയിലി ഇടുന്ന സമയം ഡെഫിനറ്റ്ലി നമ്മൾ കൊല്ലം സുധിയിൽ മാറി വേറൊരു സാധനം വരുമ്പം ഓട്ടോമാറ്റിക്കലി പലരും ചോദ്യം ചെയ്യും. കാരണം ഇപ്പം കല്യാണം കഴിച്ച് ഡിവോഴ്സായി ലൈഫ് മൂവ് ഓൺ ആവുന്ന എത്രയോ ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ച് ആ വ്യക്തി നഷ്ടപ്പെട്ടിട്ടും ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ് രേണു. ആ രേണു ഈ വ്യക്തിനെ മറന്നുകൊണ്ട് പുതിയൊരു വിവാഹത്തിലോട്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കലി അതൊരു ഡിസ്കഷനാണ്. അതിലും ഏറ്റവും കൂടുതൽ വരിക നെഗറ്റീവ് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെ രേണു സുധീൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കണ്ടൻ്റാക്കി മാർക്കറ്റ് ചെയ്തിരുന്നു. അത് കല്യാണം കഴിക്കാൻ പോകുന്ന മുസ്ലിമാണ്, ഞാൻ അടുത്ത് കല്യാണം കഴിക്കും, ഞങ്ങൾ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ പ്രണയത്തിലാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് രേണു ഡേ ബൈ ഡേ കല്യാണം റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൊച്ചിനെയും ഒക്കെ സ്വീകരിക്കുന്ന ഒരാളെ എനിക്ക് പാർട്ണറായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി അത് റിയാക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു പോസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആറാട്ടെണ്ണൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരു സാധനമാണ്. 2 days മുമ്പാണ്. ഞാൻ ഒരിക്കലും രേണു സുധിയെ കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. ഇതാണ് ഈ ഒരു സാധനം. ഈ ഒരു സാധനത്തിൻ്റെ റെസ്പോൺസാണ് നമ്മൾ നേരത്തെ കണ്ട രേണു സുധിയുടെ ഒരു വീഡിയോ. മേ ബി ആറാട്ടെണ്ണൻ ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാം, ആറാട്ടിനെ ആണെങ്കിലും അലിൻജോസ് പെരേരയെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിൽ ആറാട്ടെണ്ണനാണ് പല നടികളെയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു വൈറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ മേ ബി ആറാട്ടൻ്റെ വീഡിയോൻ്റെ താഴെ എങ്ങാനും പല വ്യക്തികളും കമൻറ്റ് പറയുന്നുണ്ടാകും ആറാട്ടെണ്ണനും രേണു സുധിയും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റാകും. അതിനുള്ളൊരു റെസ്പോൺസ് പോലെയാണ് ആറാട്ടെണ്ണൻ ഇതിട്ടത്. പക്ഷേ ആറാട്ടെണ്ണന് നല്ല ചുട്ട മറുപടിയായിട്ട് ഓഫ്കോഴ്സ് നമ്മുടെ രേണു സുധി വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ
നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ. ആറാട്ടനിട്ട പോസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു സാധനം പറഞ്ഞിട്ടുള്ളത്. രേണുസുതിക്ക് ഓഫ്കോഴ്സ് ഇതൊരു കണ്ടന്റ് ആണ്. ആറാട്ടണ്ണനും മേ ബി ഓഫ്കോഴ്സ് ഇതൊരു കണ്ടന്റ് ആയിരിക്കാം. ജനങ്ങൾക്ക് ഓഫ്കോഴ്സ് ഇതൊരു വിഷയമായിരിക്കാം. ആൻഡ് എന്തായാലും ആറാട്ടണ്ണനും രേണുസുതി ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. രേണു ഇതുപോലെ അലിൻ ജോസ് പെരേരയായിട്ട് ആദ്യം അഭിനയിച്ചിട്ട് പിന്നെ അലിൻ ജോസ് പെരേരനെ മാറ്റി പറഞ്ഞൊരു കോൺട്രവേഴ്സി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ റിഫ്ലക്ഷൻ തന്നെയാണ് ഇപ്പോൾ ആറാട്ടണ്ണനും കൊടുത്തിട്ടുള്ളത്. ആറാട്ടണ്ണനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആറാട്ടണ്ണൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ കുറച്ചും കൂടെ ഫണ്ണി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് സീക്രട്ട് ഏജൻ്റെ ചാനലിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നിരുന്നു. അത് ഏകദേശം ഒരുപാട് പ്രൊഫൈലുകളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഒരുപാട് പ്രൊഫൈലുകളിൽ സീക്രട്ട് ഏജൻ്റെ ഫോട്ടോയും രേണുവിൻ്റെ ഫോട്ടോയും വെച്ച് അതിൻ്റെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നു. അതിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് രേണു സുധി എന്ന് പറയുന്ന ഒരാൾക്ക് സുധീനോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതാണ്. അതിനെയും റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സീക്രട്ട് ഏജൻറ്റ് ആളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്താണെന്നുള്ളത് നോക്കാം. ഇല്ല, സുധി ജസ്റ്റ് ഒരു പേരോ അല്ലെങ്കിൽ ഓർമ്മയായിട്ട് മാത്രമാണ് ആ ലേഡിയുടെ കൂടെ ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. കാരണം സുധി ഈസ് നോ മോർ. ആൻഡ് സുധിയേക്കാൾ കൂടുതൽ ഒരു ഫെയിമാണ് ഇപ്പൊ രേണു. ഞാൻ പണ്ടുള്ള രേണു സുധി കണ്ടന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ രേണു സുധി എന്നാണ് ഉപയോഗിക്കുന്നത്. അവരും ലൈഫിൽ ഈ സുധിയെ ഒപ്പം വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതവർക്കൊന്ന് മാറ്റിയിട്ട് രേണു രേണു ബിഗ് ബോസ് രേണു ഇനിയിപ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ രേണു സെലിബ്രിറ്റിയാണ് രേണു, അല്ലെങ്കിൽ അവരുടെ രേഷ്മ തങ്കച്ചൻ പഴയ പേര് എന്തോ അവർക്ക് ഇഷ്ടമുള്ള പോലെ. ഈ സുധി സെന്റിമെന്റ്സ് എന്താണെങ്കിലും ഈ രേണു സുധിയിൽ നിന്ന് പോയിട്ടുണ്ട്, ആണെങ്കിലും രേണു സുധിയിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട്. സുധിയുടെ ട്രോമാസ് ഇപ്പോൾ രേണുവിനില്ല. അതിനൊരു പ്രൂഫ് ഞാൻ വെച്ചുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രൂഫിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് സുധീനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുള്ളത് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു രേണുവിന് സുധീൻ ഓഫ് കോഴ്സ് ഇഷ്ടമായിരിക്കാം, അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധീനെ വെറും കണ്ടൻ്റാക്കി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് എന്ന് നമ്മളെല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സുധി റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും സുധിയിൽ നിന്ന് വന്ന ആളാണ് രേണു. ഇപ്പോൾ രേണു അത്യാവശ്യം നല്ല ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിലും രേണുവിൻ്റെ സൊസൈറ്റിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം സുധീനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പണ്ട് കണ്ടാൽ അറിയാം, സുധീൻ്റെ പേര് പറഞ്ഞൊക്കെ അറിയുക, സുധീൻ്റെ ഫോട്ടോ മുമ്പിൽ റീലെടുക്കുക, സുധീൻ്റെ പടം കയ്യിൽ മൈലാഞ്ചിയായി വരയ്ക്കുക, പിന്നെ സുധീൻ്റെ ഓർമ്മകൾ പറയുക, സുധീൻ്റെ സ്പ്രേ കാണിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു രേണു സുധി വന്നത്. പണ്ടും പല വീഡിയോകളും അതും ഇതും കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ രേണു സുധി അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. രേണു സുധി കംപ്ലീറ്റ്ലി പോയിട്ടുള്ളത് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാറിയിട്ട് തൻ്റെതായ കോൺട്രവേഴ്സി, അതിൽ വരുന്ന ഒന്നാണ് കല്യാണം, രണ്ടാമത് വരുന്ന ഒന്നാണ് ഡബിൾ മീനിങ്, മൂന്നാമത് വരുന്ന ഒരു സാധനമാണ് വെറുതെ എന്തിനെങ്കിലുമൊക്കെ അഗെയിൻസ്റ്റ് റിപ്ലൈ പറയുക, നാലാമത്തത് പലതരത്തിലുള്ള കോൺട്രവേഴ്സൽ റീൽ അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ അല്ലെ ആക്ടിങ്, ഷോർട്ട് ഫിലിം, ഇങ്ങനെ കുറേ നെഗറ്റീവിൽ കൂടെ വന്നു. അതുകൊണ്ട് തന്നെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ കറൻറ്റ്ലി സുധി എന്ന് പറയുന്ന ഒരു കണ്ടന്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ തന്നെ റീച്ച് ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുമ്പം ഈ സുധിച്ചേട്ടനും പിടിച്ച് രേണു സുധി വരികയുള്ളൂ. ഇനി എന്തായാലും സീക്രട്ട് ഏജൻറ്റ് പറയുന്ന ആ ഒരു പ്രൂഫ് എന്താണെന്നുള്ളത് നോക്കാം. ഞാനും ഈ ഒരു സാധനം കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. രേണു ഇങ്ങനെ ചെയ്തു എന്ന് നമുക്കത് ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു വാരി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ തമാശ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ പിന്നെ മത്തിക്കറി ആയിരുന്നു തന്നെ ഉണ്ടാക്കിയ ആൾ ഉണ്ടാക്കിയിട്ട് വാരി തരാൻ പറഞ്ഞു. രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു. അപ്പൊ എനിക്ക് വേണം മടിയായിട്ട് പുള്ളി എനിക്ക് വാരിത്തന്നു, കുറേ വാരിത്തന്നു. ഞാൻ പുള്ളി കാണാൻ പോയി തുപ്പിയിട്ട് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു പിന്നെ ഇപ്പൊ തുപ്പിയല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു പിന്നെ പുള്ളിക്ക് കുറച്ച് വാരി ഇതെന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. സുധി മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആൾ സ്വന്തമായിട്ട് വീട്ടിൽ മീൻകറി കുക്ക് ചെയ്തു. രേണുവിനോട് ഒരുപാട് തവണ വാരി തരാൻ പറഞ്ഞെങ്കിലും രേണു സുധി വാരി തന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സുധി രേണുവിന് വാരി കൊടുത്തു. കുറേ വാരി തന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ രേണു അത് കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് രേണു സുധി പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ആലോചിക്കുന്നത് ഇവർക്ക് തീരെ ബോധമല്ലേ ഞാൻ ആലോചിക്കുന്നത്. എന്ത് മണ്ടത്തരാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതെന്ന്. സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി മനുഷ്യൻ വാരിക്കൊടുത്ത ഭക്ഷണം പുറകെ കൊണ്ടുപോയി തുപ്പുക, അത് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്ന ഇവരുടെ ഒരു ബുദ്ധിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. അപ്പം എന്തായാലും ഇനി ബാക്കി സീക്രട്ട് പറയുന്നേക്കാം. ിക്കുന്ന സമയത്ത് ഭക്ഷണം വാരി കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രേണു പറയുന്നത്. പക്ഷേ രേണുവിന്റെ ഒരു മേജർ കണ്ടന്റിന്റെ ഭാഗമാണ് ഈ ഫുഡ് വാരി കൊടുക്കുന്ന പരിപാടി. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. രേണുവും വാരി കൊടുക്കാറുണ്ട്, രേണുവിനും ആളുകൾ വാരി കൊടുക്കാറുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരാളോട് ഭയങ്കര ഒരു സ്നേഹം ഇഷ്ടമാണ്, അയാളുടെ ലാസ്റ്റ് മൊമെന്റ്സിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര നമുക്ക് ഹേർട്ട് ചെയ്യുന്ന, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പോൾ രേണു പറഞ്ഞല്ലോ സുധി വാരി കൊടുത്തിട്ട് അത് രേണു പോയി തുപ്പിയിട്ട് വന്നു എന്നുള്ളത്.
ഞാൻ എന്നെ പോലത്തെ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ കാര്യം പറയാം. രേണു എങ്ങനെ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എന്നെ പോലെ ഒരാളുടെ കാര്യം പറയാം. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ അയാളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക് വാരി തരുന്നത്. അത് വാരി തന്നിട്ട് ഞാൻ എന്തെങ്കിലും വേറെ മൈൻഡിലോ അല്ലെങ്കിൽ എനിക്കത് കറി ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എൻ്റെ വായ നിറയും വാട്ട് എവർ റീസൺ ഞാനത് പോയി തുപ്പി. ഓക്കെ, ആ വ്യക്തി അത്രയും ഇഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി എനിക്ക് വാരി തരണം 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 എന്ന് പറഞ്ഞു തന്നൊരു സാധനം ഞാൻ തുപ്പിയിട്ട് പോകുന്നു. ദ വെരി നെക്സ്റ്റ് മൊമെന്റ് അയാൾ ഇല്ലാതാകുന്നു. പിന്നെ ആർക്ക് വാരി കൊടുക്കുന്നത് കണ്ടാലും നമുക്ക് വാരി തന്നാലും നമ്മളെ കണ്ണ് പറയും, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ട്രോമയായിരിക്കും. നമ്മളത് ഞാൻ പറയും, നമ്മൾ തന്നെ ഞാൻ പറയും, എനിക്ക് പിന്നെ അത് ഭയങ്കര സീനായിരിക്കും എനിക്കത്. അപ്പൊ ഞാൻ അതാ പറയാം, അതുപോലത്തെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ ഇത് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് മൂവ്ഡ് ഓൺ. ആ ട്രോമയിൽ നിന്ന് സുധി എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ട്. സായി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% റിലേറ്റബിൾ ആണ്. രേണു ഒരു പ്രത്യേക തരം ആളായതുകൊണ്ട് തന്നെ രേണുവിനെ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പം എനിക്കും ഭയങ്കര റിലേറ്റബിൾ ആണ്. ഞാനത് പറഞ്ഞ സമയത്ത് ഞാൻ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന കുറേ മെമ്മറീസിലോട്ട് എൻ്റെ ഒരു തോട്ട് പോയി. ഞാൻ ലിറ്ററലി സ്പീക്കിംഗ് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദറിൻ്റെ മദർ, മീൻസ് എൻ്റെ അച്ഛൻ. ആൾ ഇപ്പോൾ മരിച്ചിട്ട് 2 കൊല്ലമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും ആളും ലിറ്ററലി ഒരു റൂമിലാണ് കടന്നുറങ്ങിയത്, ഒരുമിച്ച് ഒരു ബെഡിലാണ് കടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പം ഇപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഞാനിത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പല വ്യക്തികളുമായിട്ട് ക്ലൈൻസുമായിട്ടോ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര കരഞ്ഞ് ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരുന്നു ഷെയർ ചെയ്യുക. ഞാൻ ഈവൺ എൻ്റെ തറവാട്ട് പോകുമ്പോഴാണെങ്കിലും പല മെമ്മറീസും ആലോചിക്കുന്ന സമയത്ത്, കാരണം ചില വ്യക്തികൾ നമ്മൾക്ക് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക ആ വ്യക്തി നമ്മളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ലൈഫിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനുമായിട്ട് ഇത്രയും കൊല്ലം കണക്റ്റഡ് ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയിൽ ഞാൻ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആക്ഷൻസ് ചില കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് റിമെമ്പറിങ് അബൌട്ട് ഹർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ഫുഡ് എനിക്ക് ലൈക്ക് എൻ്റെ ഗ്രാൻഡ് മദർ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ അരക്കെട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില റീൽസ് കാണുന്ന സമയത്ത് ചില ക്യാപ്ഷൻസ് കാണുന്ന സമയത്ത് ചില ആൾക്കാരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഈവൻ എൻ്റെ ഈ യൂട്യൂബ് കാണുന്ന സമയത്ത് ആളുണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് പോസ്റ്റ് ഒരുപാട് വീഡിയോസ് വിത്ത് മേ ബി ഞങ്ങൾ ഒരുമിച്ച് ലൈവ് വരികയായിരുന്നു. അപ്പം നമ്മൾക്ക് ആ വ്യക്തി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു വളരെ സിമ്പിളായിട്ട് കളയാൻ പറ്റില്ല. അത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ട്രോമയായിരിക്കും. ചില മൊമെൻറ്റ്സിലൊക്കെ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ ഞാൻ ആലോചിക്കുമ്പോൾ മരിച്ച പോലെ ഞാൻ മരിച്ചു. നമുക്ക് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പാടുണ്ട്. ഈ സാധനങ്ങളൊന്നും രേണുവിൻ്റെ സൈഡിൽ കണ്ടിട്ടേ ഇല്ല. രേണു ഈവൻ പുള്ളിയുടെ ആ ഒരു ചടങ്ങിന് പോയ സമയത്ത് തന്നെ അലിൻ ജോസിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിപ്പിച്ചിട്ടുള്ള ടീമാണ്. ഇങ്ങനെ ഹൗ ക്യാൻ ഷീ എൻജോയ് ദാറ്റ് ഈവൻ ആ ഒരു ഡേ, ആ ഒരു ചടങ്ങ്, ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സെക്കൻഡ്. എനിക്ക് അന്ന് ആ നടന്ന എല്ലാ ഇൻസിഡൻസും എനിക്കിങ്ങനെ ഒരു ഇമേജ് പോലെ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇവിടെ എൻ്റെ ഗാലറിയിൽ ഏറ്റവും കൂടുതലുള്ള ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എവറിത്തിങ് ആ ഒരു സാധനം എനിക്കുണ്ട്. ആ മൊമെൻറ്റ്, ആ ടൈം, ആ ബോഡി, ആ ഫീൽ, ആ ടച്ച്, ആ സ്മെൽ. അപ്പം ആ ഒരു സാധനം രേണുവിൽ കാണുന്നില്ല എന്ന് സീക്രട്ട് പറഞ്ഞതിന് ഐ ക്യാൻ ഹൈലി റിലേറ്റ്. ഈവൻ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. എന്നാലും സീക്രട്ട് ഈ ഒരു സാധനത്തിന് നമ്മുടെ രേണു ചേച്ചി വലിയൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ ആരാ സീക്രട്ടോ സായി എന്നൊക്കെയാണ് പറയുന്നത്. ഫീലിംഗ് സോ പുച്ഛം, സായിന് അറിയില്ല എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ട് എന്തായാലും നമുക്ക് നോക്കാം. സുധി എന്ന സെന്റിമെന്റ്സ് രേണു നിന്ന് പോയി. ഓക്കെ, ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നത് സാധിച്ചു. നമ്മുടെ സീക്രട്ടായിട്ട് നടന്നത് സായികൃഷ്ണനല്ലോ, അത് സാരല്ല അല്ലേ? സായികൃഷ്ണ സീക്രട്ടായിട്ട് സുധി എന്ന് പോയോ? ആരെ പറഞ്ഞ പോയെന്ന്? സായികൃഷ്ണ സുധി പോകുന്നില്ല, കൊല്ലസുധി ഭാര്യയാണ്. അപ്പം സുധി എന്തായാലും പോകുന്നില്ല. ഓക്കെ, രേണു സുധി 100 വട്ടം രേണു സുധി. ലിറ്ററലി സ്പീക്കിംഗ് ഇത് ഏത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഇവിടെയും ഇവർക്കൊരു ഇമോഷൻ ഇല്ലാണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട്, ഒരു കണക്ഷൻ ഇല്ലാണ്ട് ആർക്കോ എന്തിനോ വേണ്ടി എന്തോ കാണിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ഫെൽറ്റ്. അപ്പോൾ അതാ പറയുന്നത്, രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് കാര്യത്തെക്കുറിച്ചൊക്കെ നല്ല റിയലൈസേഷൻ ഉണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കിച്ചുവായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഋതപ്പനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇന്നത്തെ പരിപാടി നമ്മൾ ഋതപ്പനെ സ്കൂളിൽ കൊണ്ടാക്കണം. നമ്മള് ഇന്നലെ കോട്ടയത്ത് വന്ന് പിന്നെ ഒന്ന് കണ്ട വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവനൊന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടില്ല. അവരിപ്പം അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡിയായി വരികയാണ്. നമ്മുടെ കാറല്ലാട്ടെ, നമ്മുടെ കാറ. സ്കൂളിൽ പോവാണോ ഋതപ്പൻ? സ്കൂളിൽ പോവാണോ ഋതപ്പൻ? എത്രാം ക്ലാസ്സിലായി?
രണ്ടിലാണ് ഞങ്ങൾ പഠിക്കുന്നത് അല്ലേ? ഞാൻ സ്കൂട്ടറിലാണ് വരുന്നത്. നീ സ്കൂട്ടറിലാണ് എനിക്ക് പൈസ ആ യെസ് ഗൈസ്, അപ്പം നമ്മൾ പോകുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അങ്ങോട്ടല്ല, നമുക്ക് ടൂറിന് പോവാം. ആ പോവാമോ? ആ ഫ്രണ്ടി വാ. ലുധിയാച്ചൻ ലബനോൻ. ലുധിയ എത്രയിലടി? 4 5 ഇയാൾ 5 ഇയാള് 2 ലബനൻ എത്രയിലാണോ? നീ 1 നീ 2 വരെ ക്ലാസ്സിലാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും കരുതി ഇതിലിപ്പോൾ എന്താ പ്രശ്നം? സത്യം പറഞ്ഞാൽ ഞാനും കരുതി ഇതിലിപ്പോൾ എന്താ പ്രശ്നമുള്ളത്? ഒരു ഏട്ടൻ അനിയനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിൽ ഇതിലിപ്പോൾ എന്താ മിസ്റ്റേക്ക് ഉള്ളത് നമ്മൾ പലരും വരുന്നു. പക്ഷേ ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസുകൾ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സിമ്പിൾ കമൻറ്റാണ്. സീറ്റും വേണ്ട, ബെൽറ്റും വേണ്ട, ലോകം മുഴുവൻ ഇവരുടെ അമ്മയല്ലേ ഇപ്പോൾ. നോ സീറ്റ് ബെൽറ്റ്, ചൈൽഡ് ഇൻ ഫ്രണ്ട് സീറ്റ്, റെക്കോർഡിംഗ് ദ വീഡിയോ ഓൾസോ, ബ്രേക്കിംഗ് ദ RTA റൂൾസ്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരാളെ മുന്നിൽ ഇരിക്കുന്നത് അതൊന്നും നിനക്കറിയാൻ പാടില്ല കിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ. കുട്ടീനെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്, കുട്ടീനെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണ്. ചെറിയൊരു കുട്ടീനെയാണ്, അപ്പം അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും ഇതൊക്കെയാണ് കാര്യം. എന്തായാലും ഓഫ് കോഴ്സ് ഇന്നും നാളെ ആയിട്ട് രേണു ചേച്ചി പുതിയ കോണ്ടന്റുകളായിട്ട് വരും. അപ്പോൾ ഞാനും വീണ്ടും വരാം. അധികം പറയുന്നില്ല, മേ ബി ഒരു എനർജി കുറവ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വിൽ ബി ബാക്ക് എനർജറ്റിക് ഉള്ള ഒരു അമ്മിയായിട്ട് വെൽക്കം സൂൺ. So that's it. Thank you for watching my video. That's it. Bye.